ഹലോ നമസ്കാരം. ഈ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അതൊരു ബോറിംഗ് പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഭാഷ പഠിക്കുക എന്നുള്ള ദൗത്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ തന്നെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മളെ പ്ലേസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ലേണിംഗ് ഭാഷാ പഠനം വളരെ ആസ്വാദകരമാക്കുക അല്ലെങ്കിൽ എൻജോയബിൾ ആക്കുക, ജോയ്ഫുൾ ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ ഭാഷാ പഠനം ഞാൻ എങ്ങനെ ഫണ്ണാക്കിയിരുന്നു, എൻ്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒന്നാമതായിട്ട് ഭാഷാ പഠനത്തിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ലാംഗ്വേജ് പാർട്ട്നേഴ്സിനെ കിട്ടൂല. നമ്മുടെ ഫ്രണ്ട്സ് റെഡി ആവില്ല, നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും എന്നോട് തന്നെ സംസാരിച്ചിരുന്നു. അപ്പോൾ സെൽഫ് ടോക്കാണ് ഫസ്റ്റത്തെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നേടിയെടുത്ത ഒരു കാര്യം. അപ്പോൾ ഈ സെൽഫ് ടോക്ക് നടത്തുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ആരെയും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ വാതിലടച്ചിട്ട് ഒറ്റക്കും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ നമ്മുടെ ഗ്രാമർ ശരിയല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്ക് തോന്നിയത് മൊത്തം നമ്മളോട് തന്നെ സംസാരിക്കാം. ഇത് കുറേ നേരമൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു ബോറാകും. അപ്പോൾ റെഗുലറായിട്ട് നിങ്ങൾ ചെയ്യരുത്. ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫ് ടോക്ക് നടത്താം. ഇത് ഭാഷാ പഠനത്തോടൊപ്പം തന്നെ അഡീഷണൽ ബെനിഫിറ്റ് ഉണ്ട്. ഈ സെൽഫ് ടോക്ക് നടത്തുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനും നമ്മുടെ ചിന്തകൾ കേൾക്കാനും കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് സെൽഫ് ടോക്കിലൂടെ സംഭവിക്കുന്നത്. രണ്ടാമത് ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ഉമ്മക്ക് വലിയ വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനൊന്നും അറിയില്ല. എന്നാൽ പോലും ഞാൻ ഉമ്മാൻ്റെ അടുത്ത് അടുക്കളയിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കും. അപ്പോൾ ചില സമയത്ത് ഉമ്മ പറയാം, നീ പൊയ്ക്കാൻ നിൻ്റെ ഇംഗ്ലീഷുമായിട്ട് എന്നൊക്കെ പറയും. പക്ഷെ ഞാനതൊരു രസമായിട്ട് എടുക്കും. ചിലപ്പോൾ ഉമ്മ ഒരു രസമായിട്ട് അങ്ങനെ കേട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ഏതെങ്കിലും മെമ്പേഴ്സിന് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നതിനോ താല്പര്യം ഉണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ റെഗുലറായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതൊരു ഡെയിലി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. കാരണം അവരെപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ കുറച്ച് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു പാർട്ട്ണറെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. മൂന്നാമത് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഈ ലാംഗ്വേജ് ലേണിങ്ങിനെ മോർ ഫണ്ണാക്കാൻ AI-നോട് സംസാരിക്കുക. അതായത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ AI-നോട് എങ്ങനെ നമ്മുടെ ഭാഷകൾ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെ നമ്മുടെ സംശയങ്ങൾ ചോദിക്കാം, എങ്ങനെ ഒരു മെൻറ്ററായിട്ട് AI-നെ കാണാൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് AI-നോട് സംസാരിക്കാൻ പറ്റും. അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അവിടെ തന്നെ AI-നോട് ഡിഫറെൻറ്റ് സിനാരിയോയിൽ എന്നിട്ട് നമ്മളോട് റെസ്പോണ്ട് ചെയ്യാൻ പറയാം. ഒരു എക്സാമ്പിൾ, ഞാൻ നിനക്കൊരു കസ്റ്റമർ കെയർ ആയിട്ട് വിളിക്കാം, നീ എന്നോടൊരു കസ്റ്റമർ കെയർ റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിക്കോ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വന്നതാണ്, അപ്പോൾ നീ എന്നോട് ഷോപ്പ് കീപ്പറായിട്ട് സംസാരിക്കും. അങ്ങനെ നിങ്ങൾക്ക് AI-നെ വെച്ചിട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് എന്താ വെച്ചാൽ വേറെ ഒന്നും തിരഞ്ഞു പോകേണ്ട, അല്ലെങ്കിൽ വേറെ ആളെ തിരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തൊരു ഓപ്ഷൻ, നിങ്ങൾക്ക് ലാംഗ്വേജ് ലേണിംഗ് മോർ ഫണ്ണാക്കാനുള്ളൊരു ഓപ്ഷൻ എന്നുള്ളത് ആപ്പുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഭാഷാ പഠനം ഒന്നുകൂടി സ്മാർട്ടാക്കാം. അതിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 ആപ്പുണ്ട്. ഡൂലിംഗോ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ആപ്പ്. ഡൂലിംഗോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ അബ്സല്യൂട്ട് ബിഗിനർ ആണെങ്കിലാണ് നിങ്ങൾ ഡൂലിംഗോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഏകദേശം നമുക്ക് ബേസിക് അറിയുന്നത് കൊണ്ട് തന്നെ ഡൂലിംഗോ ഇംഗ്ലീഷ് ഭാഷ പഠനത്തിന് അത്ര എഫക്റ്റീവ് ആവും തോന്നുന്നില്ല. മറ്റ് ഭാഷകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പാണ് ഡൂലിംഗോ. അതേപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഫണ്ണായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഹെലോ ടോക്ക്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനോട് കോൾ ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളതാണ് ഈ ഒരു ആപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് നേറ്റീവ് സ്പീക്കേഴ്സിനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നൊരു ഗുണം എന്താ വെച്ചാൽ, സിമിലർ ലാംഗ്വേജ് ഭാഷകൾ പഠിക്കാൻ ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കുറേ ഇൻസ്പിറേഷൻസും കുറേ സപ്പോർട്ടും കുറേ മോട്ടീവും ഒക്കെ കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ കുറേ എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട് ഈ ഒരു ഭാഷാ പഠനത്തിൽ. അടുത്തത്, ഞാൻ ഈ ലാംഗ്വേജ് ലേണിംഗ് ഒരു ഫണ്ണാക്കാൻ ഞാൻ കണ്ടൊരു മാർഗം എന്താ വെച്ചാൽ, വീഡിയോസ് കാണാം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജി ഡിവൈസുകൾ, പുതിയ മാക്ബുക്കിൻ്റെ പ്രൊഡക്ട്സുകൾ, അങ്ങനത്തെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ കുറേ അപ്ഡേറ്റ്സുകൾ അറിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു
എനിക്കിഷ്ടമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർട്ടിക്കുലർ സെഗ്മെൻ്റ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ കുക്കിംഗ് അല്ലെങ്കിൽ ഡിവൈസുകൾ അല്ലെങ്കിൽ ടെക്നോളജി അല്ലെങ്കിൽ അങ്ങനെ എന്ത് വാട്ട് എവർ യു ലൈക്ക്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏത് കോണ്ടൻ്റ് ആണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ഏത് ഭാഷയിലാണോ പഠിക്കുന്നത് ആ ഭാഷയിൽ കാണുക. അപ്പം നമുക്കെന്താ വെച്ചാൽ പുതിയ ഇൻഫർമേഷൻസും കിട്ടും, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലിസണിങ് കപ്പാസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അവസാനമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ, വാട്ട് എവർ ഇൻ ഫ്രണ്ട് ഓഫ് മീ ഐ എക്സ്പ്ലെയിൻ അബൌട്ട് ദാറ്റ്. അതായത് എൻ്റെ മുമ്പിലുള്ള എല്ലാത്തിനെയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. അതൊരു എക്സാമ്പിൾ ഞാൻ വളരെ രസകരമായി എടുത്തതെന്ന് വെച്ചാൽ, ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ ഭാഷ സെൽഫായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യും. ഒരു എക്സാമ്പിൾ, ബസ്സിൽ പോകുമ്പോൾ ഐ സോ എ ട്രീ, പീപ്പിൾ ആർ വാക്കിംഗ് ദേർ and our bus took a break and we have a like I don't have a water, like അതേപോലെ ഞാൻ എന്ത് ചെയ്യും, കാണുന്നത് മുഴുവനും ഞാൻ ഇംഗ്ലീഷിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഐ സോ എ ട്രീ, ഐ സോ എ വെഹിക്കിൾ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുമ്പിലുള്ളതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതുപോലെ ഒരുപാട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷാ പഠനം ഫണ്ണാക്കാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാർഗ്ഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക, അതിനെ നിങ്ങൾ അപ്ലൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഭാഷാ പഠനം മോർ ഫണ്ണാക്കാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ ലിസണിങ് മീ. ഇതേപോലെ ഇംഗ്ലീഷ് ഭാഷാ പഠനമായിട്ട് എൻ്റെ അനുഭവങ്ങളും ഞാൻ മനസ്സിലാക്കി കുറേ ലെസൺസും നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച്.